ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, ഒന്ന് ഇരുന്ന് ചിരിക്കണം. യെസ്, ഓക്കെ. ഇരുത്തി ചിരിപ്പിക്കാൻ വരുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. മതിയല്ലോ. ആൾക്ക് പിന്നെ ഒരു മൈക്കും സ്റ്റേജും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുടെ വക തുടങ്ങിക്കോളും പരിപാടി. ആരും മുന്നിൽ ഒന്നുമല്ല. ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇത് കേട്ടാ വിഷയമുള്ള ആൾക്കാരുണ്ടോ, ഒരു പ്രശ്നമില്ല. അതാണ് ധ്യാൻ ശ്രീനിവാസൻ. യെസ്. എന്തായാലും ഇന്നലെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ധ്യാനിൻ്റെ സ്പീച്ച് കാണാം, കണ്ടാസ്വദിക്കാം. അതെ, ഓക്കെ. കോമഡി പീസാണോ ഇവിടെ? മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക, സാധാരണ അങ്ങനെയല്ലേ പതിവ്. നേരത്തെ വന്നല്ലോ ദിലീപിനോട്. സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല, എന്നാലും ഒരുപാട് സന്തോഷം. കോമഡിയിലൂടെ സീരിയസ് ആവാൻ ചുളിയിലൊരു ഹിറ്റ് കിട്ടി. ചിരിക്കുന്നു. സാധാരണ അത്ഭുതമാണ്. ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിലൊക്കെ 80s കിഡ്സ് ആണ് പറഞ്ഞു വരുമ്പോ. അല്ല, നീ കുറച്ച് 90 അല്ലേ? എന്നാലും അടുത്തുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറിൽ വലിയ ഇന്ന് മുതൽ നാളെ മുതൽ എന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ, തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശിപ്പട്ടണം, മീശമാധവൻ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ. സീരിയസ് ആണല്ലോ. സ്വാഭാവികമായിട്ടും ദിലീപേട്ടന്റെ സിനിമ കാണാൻ, അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ, അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സീരിയസ് ആയിട്ട് സംസാരിക്കാറില്ല. ഭാഗ്യമായി എനിക്ക് തോന്നുന്നു, കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ്. അപ്പൊ വീണ്ടും ഈ 150ാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 10 ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിലുള്ളതുകൊണ്ട് എനിക്കത് പോകണം. അപ്പോ ഞാൻ ബിൻഡുവിനോട് പറഞ്ഞു, ഞാൻ ഈ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂന്ന് പറഞ്ഞു. അങ്ങനെ പാതി വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു, ഇത്രയും ദിവസത്തിനുള്ളതുകൊണ്ട്. അതുകൊണ്ടെന്താ കാനഡ ഞാൻ ഈ പോകുന്ന തിരക്കിലാണ്. എപ്പോഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം. അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, എടാ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുന്നത്, ചിരിപ്പിക്കാൻ വേണ്ടി. ഞാൻ വിചാരിക്കും, ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അച്ഛനൊരു തോണും ചാരി എന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന സീൻ അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടു ഞാൻ ഇവനോട് ചോദിച്ചിട്ട് അങ്ങനെ മാറിപ്പോകുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാറി ആലോചിക്കുക, ഇതെന്തിനാണ്? ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാളിങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ദിവസം പറയുന്നു. ചില സാധനങ്ങൾ സീരിയസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ
അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോ, ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ വരിക, പൈസ വാങ്ങിക്കുക, ജോലി ചെയ്യുക, പോവാ, അത്രയല്ലേ ഉള്ളൂ. ഇല്ല, സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം ഞാൻ സിദ്ദിഖ, ദിലീപ് ഏട്ടൻ. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്നത് സിദ്ദിഖും ദിലീപ് ഏട്ടനും കൂടെ ചർച്ചയാണ്. ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്. ഇവരുടെ കോമഡി, അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്നില്ല. ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. ഷാരിസ് വന്നിട്ട് പറയും, ഇതിലൂടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. അപ്പൊ ദിലീപേട്ടനും ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി. തമാശ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയട്ടോ. നിങ്ങളുടെ കോമഡി ഇല്ലാത്ത കൃത്യമായി ഞാൻ കാണുന്ന ഇവർ രണ്ടുപേരും എന്നോട് ചോദിക്കുന്നത് നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോ നമ്മൾ ആ മൂഡിലാവട്ടോ, അങ്ങനെ പറയുന്നതാണ്. സിദ്ധിക്കായിട്ട് ഇവര് ഒരു റാപ്പുള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു. ഷാരിസ് വരുന്നു, അത് വേണ്ടെന്ന് പറയുന്നു, ഒരു മാറി നിൽക്കുന്നു. അപ്പൊ അഘോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഘോരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ. ഏത് അത് ഡേറ്റിലായിരുന്നു, ഞാനല്ലേ. ഇല്ലല്ലോ, അങ്ങനെയല്ലോ സിദ്ദിഖ് നേരത്തെ പറഞ്ഞത്. സിദ്ദിഖ് പറഞ്ഞത് നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നൊക്കെ. ആ കുറെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോണി ചേട്ടനെ പോലത്തെ ആൾക്കാർക്ക് എന്തല്ലേ അപ്പൊ ഈ പ്രോസസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ഇത്ര പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ച് പറഞ്ഞിട്ട് പോവുക, അതിനപ്പുറം ഒരു പഞ്ചില് അവസാനിപ്പിക്കണം, ശരി വേണം എന്ന് നിരന്തരമായി ഇതിനെ കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ തന്നെ അപ്പുറം. എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ്. ഇവർക്കിടെ അത്ഭുതമായിരിക്കും. കട്ട് ചെയ്യാൻ പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്, ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. നമുക്ക് അങ്ങനെ വിളിക്കാല്ലേ? ഈ പടത്തിന്റെ അങ്ങനെ വിളിക്കണേ പ്രൊമോഷൻ ഒന്നും പരിപാടിയൊന്നുമില്ല. അപ്പൊ ദിലീപേട്ടൻ പറഞ്ഞു പ്രൊമോഷൻ ഒന്നും വേണ്ട, ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ. അങ്ങനെ എന്നോട് പറഞ്ഞേ, അതൊന്നും വേണ്ട. അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ബുദ്ധിരാക്ഷസിനെ തിരിച്ചറിയണം. അതാണ് പറയാൻ പോണത്. കാരണം പ്രൊമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ട സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നത്തെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ, ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ ഇതിനെ റീച്ച് വരുത്തും, എങ്ങനെ ഇതിനെ എത്തിക്കാം.
മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിന് മുന്നേ ഉള്ള ഒരു മീറ്റില്, മീഡിയന്റെ മീറ്റില്, ലോഞ്ച് ട്രെയിലർ ടീസർ ലോഞ്ചിൽ അല്ലെ, മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു, അയ്യോ നിന്നെ തിരിച്ചാണ്. കാരണം മാലപ്പടക്കം തിരികൊടുത്തി, സ്വാഭാവികമായിട്ടും പടക്കം മാല. അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഒരിക്കലും അങ്ങനെ അവൻ പറയില്ല. അല്ലല്ലല്ല, ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോടാവാത്ത ലാപ്ടോപ്പ്, അതിന്റെ ഡിസ്പ്ലേ ലൈറ്റൊന്നും ഇല്ല, വർക്കാവാത്ത ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോറി ചെയ്ത് തുടങ്ങി, ഞാൻ യാത്ര ചെയ്താന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം, അല്ലെങ്കിൽ ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു, അങ്ങനെ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ കാണാനും ഇല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ. അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് എന്നുള്ളൊരു പ്രൊഡ്യൂസറിന്റെ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി. എന്തിന് BBC അടക്കം, BBC ഒഴിച്ച് BBC അടക്കം ലിസ്റ്റിൻ സ്റ്റീഫന്റെ എവിടെയോ എത്തി അതിന്റെ ഒരു. നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരലി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല കൊട്ടാണല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, ഈ സിനിമ സാധനം ഞാൻ ഇന്റർവ്യൂല് ഒരു ഇതിനകത്ത് കേട്ട കാര്യം വെച്ചാൽ, ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മാജിക് ഫ്രെയിംസ്, എനിക്കൊരു 10-12 വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട്. 2014 ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും. അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക്. അപ്പൊ ആരാണ് ലിസ്റ്റിൻ? പേര് തന്നെ ഉണ്ട് ഒരു ഗുമ്മ്, പേരിലാണ് പകുതി. അപ്പൊ പേര് എവിടെയോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നു, ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛന്റെ വയലിൽ നിന്നാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം, 15 വർഷത്തോളം ഇങ്ങനൊരു ബാനർ, എത്രയോ ഒരു ഡസനോളം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു. പുതിയ എന്താ പറയണ്ടത്, തിയേറ്ററുകൾ, സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ. അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ്, കാരണം ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അല്ലെങ്കിലും അളിയന്മാർ അങ്ങോട്ടും ഷാരിസിനെ കുറിച്ചുമാണ്. കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ്. അല്ലെങ്കിൽ അപ്പളെ തീരുമാനമായിരുന്നു. ചർച്ചകൾക്കിടയിൽ പോലും അന്ന് ചിന്തിക്കുന്നില്ല. കാരണം ദിലീപേട്ടനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടെ വരെ എത്തുമോ, അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ ബിൻഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം, കാരണം ബിൻഡോ ജനഗണമന ഷാരിസായിരുന്നു, ജനഗണമന ക്വീനില് ബിൻഡോ ഉണ്ടായിരുന്നു, നെയ്മർ അല്ലെങ്കിൽ. അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി. ബിൻഡോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപേട്ടൻ പറഞ്ഞ കഥ, മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഞാൻ ബിൻഡോ അതിനിടയിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ ബിൻഡോട് പറഞ്ഞു, നീ കല്യാണം ഇപ്പൊ കഴിച്ചോ, പടം ഇറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം, കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം. അപ്പൊ പറഞ്ഞു, സിനിമയല്ലേ കല്യാണം, എപ്പോഴാണ് എന്തെന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ധൈര്യമായി ഇനി പെണ്ണുവീട്ടിൽ പോയിരിക്കാം, താമസിക്കാം. വലിയ വിജയം
ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരോടൊപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപേട്ടൻ തുടരും, ലിസ്റ്റിൻ സ്റ്റീഫനും തുടരും, ജോണി ചേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലെജൻഡ്. വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം. എന്നെ ഫർഗീസ് ചേട്ടൻ ആഗ്രഹിച്ചു, ഉണ്ണിയേട്ടൻ ആഗ്രഹിച്ചു. അച്ഛൻ വീട്ടിലിരിക്കുന്ന അതെ കൂടെ ഇരിക്കാൻ. അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ ഫർഗീസ് ചേട്ടൻ ഒടുവിൽ നരേന്ദ്രപ്രസാദ് ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണമെന്ന്. ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് സംവിധാനത്തിലേക്ക് വരണം. ഉണ്ടാവും ഇതാണ് CID Musa 2 ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു. വലിച്ചു കിട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും എല്ലാവർക്കും ഉള്ളത് കൃത്യമായിട്ട് വിഹിതമൊക്കെ വെച്ച് നൽകിയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവും. കഴിഞ്ഞിട്ടില്ല, ഒന്ന് നിക്കണേ. അതൊരു സത്യമാണ്. അവള് നിക്കട്ടെ, പോയിക്കോട്ടെ. ആങ്കർ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിട്ടേ ഒന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. മനുഷ്യനല്ലേ. അതായത് ഫ്രാങ്ക് ആയിട്ട് പറയാ അല്ലെങ്കിൽ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കാനൊക്കെ നമ്മൾ പറയും. പക്ഷെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും കുറെ സംഭവങ്ങൾ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. ഇത് അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരാള് എന്തും ഏതും എങ്ങനെയും പറയും. അല്ലെങ്കിൽ ആ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആ പ്രശ്നങ്ങളൊക്കെ എന്ത് സിമ്പിൾ ആയിട്ടാണ് ആളെടുത്ത് സംസാരിച്ചത്. പ്രശ്നം ഇരുന്നു. അതാ പറഞ്ഞേ, നൈസായിട്ട് ആ സാധനം പറഞ്ഞു ക്ലീൻ ചെയ്തു. അവിടെ എല്ലാവരും സേഫാ. പിന്നെ ആരോപിക്കപ്പെട്ട നടനും എല്ലാവരും ലിസ്റ്റിൻ സ്റ്റീഫനും അതിന്റെ പ്രശ്നങ്ങൾ മൊത്തം കഴുകിയെന്ന് കളഞ്ഞു. സൂപ്പറായിരുന്നു. എന്താണെങ്കിലും ഗംഭീര സ്പീച്ച്. ഇനി വരാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ്. അതിന്റെ പ്രൊമോഷനൊക്കെ ഉണ്ടാവും. ഏത് ലെവലിലേക്ക് എത്തിക്കാള് സിമ്പിൾ സിനിമകളുടെ പ്രത്യേകത അതാണ്. ഇപ്പൊ കണ്ടോ ഈ പ്രശ്നമല്ല ഈ പ്രിൻസ് ആൻഡ് ഫാമിലി അതിന്റെ സക്സസ് സെലിബ്രേഷൻ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മുതലുകൊണ്ടാ. പിന്നെ സത്യം കിട്ടും, ഇല്ലെങ്കിൽ ആരും അറിയാൻ ചാൻസ് ഇല്ല. എന്താണെങ്കിലും ഗംഭീരം. കാത്തിരിക്കുകയാണ് ഉജ്ജ്വലന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ വരട്ടെ. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും, തകർക്കാനുള്ളതാ. അപ്പൊ യെസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ. എന്തൊരു സാധനം.